വടകരയിൽ മുറിവുണക്കേണ്ടേ എന്നാണ് ചോദ്യം. നമുക്കൊപ്പം കോൺഗ്രസ് പ്രതിനിധി വസന്ത് തെങ്ങുംപള്ളിയും ഡിവൈഎഫ്ഐയുടെ ഭാരവാഹി വി വസീഫും നമുക്കൊപ്പം ചേരുന്നുണ്ട് CPM പ്രതിനിധിയായി. വസീഫ്, മാപ്പ് പറയലിൽ തീരില്ല എന്ന CPM ജില്ലാ സെക്രട്ടറി P മോഹനന്റെ പ്രസ്താവന അക്രമത്തിനുള്ള ആഹ്വാനമാണ് എന്നാണ് ഇന്ന് പ്രതിപക്ഷ നേതാവ് പുറത്തിറക്കിയിരിക്കുന്ന പത്രക്കുറിപ്പിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഹരിഹരന്റെ വീട് ആക്രമിച്ചതിൽ ഒന്നാം പ്രതി CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയാണ്. തെങ്ങിൻ പൂക്കുല പോലെ TP ചന്ദ്രശേഖരന്റെ തലച്ചോറ് ചിതറിക്കുമെന്ന് പറയുകയും പിന്നീട് ക്രൂരമായി കൊലപ്പെടുത്തുകയും ചെയ്ത പാർട്ടിയാണ് CPM. അതേ മാതൃകയിൽ രാഷ്ട്രീയ എതിരാളികളെ ഇല്ലാതാക്കാൻ CPM ഇനിയും ശ്രമിക്കേണ്ട എന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. അപ്പോൾ ഈ വിഷയത്തിൽ ഇപ്പോൾ CPM-നെ പ്രതിസ്ഥാനത്ത് നിർത്തിയിരിക്കുകയാണ് UDF. ബോംബേറ് എന്ന UDF-ന്റെ ഭാഷയിൽ, പടക്കമേറ് എന്ന പോലീസിന്റെ ഭാഷയിൽ. എന്താണ് മറുപടി? ഇതിലെ ഡോക്ടർ അരുൺ, ഒരു ലീന എന്ന് പറയുന്ന ഒരു കൂട്ടുകാരിയെ, ഇവരുടെ കൂട്ടുകാരിയെ, ഇപ്പോ എന്റെ കൂടെ ഇരിക്കുന്ന യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ കൂട്ടുകാരിയെ നിങ്ങൾക്കൊക്കെ അറിയുമായിരിക്കും. തിരുവനന്തപുരത്തു നിന്നുള്ള യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. ഇവരുടെ വീടിന് ഒരു അക്രമം ഉണ്ടായി എന്ന് പറഞ്ഞ് വലിയ പ്രചരണം, അന്നത്തെ പ്രതിപക്ഷ നേതാവ് വീട് സന്ദർശിച്ചു, വലിയ വാർത്തയൊക്കെ ഉണ്ടായി. അതുപോലെ തന്നെ ഒരു ശെൽവരാജ് CPM പുറത്താക്കി, പിന്നീട് കോൺഗ്രസ് ഏറ്റെടുത്തു. ഈ പറയുന്ന കോൺഗ്രസിന്റെ ഗൂഢസംഘത്തിന്റെ കൂടെ ട്രെയിനിങ് ഒക്കെ കിട്ടി. അദ്ദേഹത്തിന്റെ വീടിനും എന്തോ അക്രമം ഉണ്ടായി, ഭയങ്കര തീപിടുത്തം, തീ കൊളുത്തി, അവിടെ വലിയ അക്രമം ഉണ്ടായി എന്ന് പറഞ്ഞ പ്രചരണം ഉണ്ടായി. ഈ രണ്ട് കേസുകളും ഇതുപോലെ ഒരുപാട് കേസുകളുണ്ട്. ഞാൻ ഇനിയും അത് വേണമെങ്കിൽ സമയം തരികയാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഇതിലൊക്കെ പ്രതികളാരാ? ലീനയുടെ കേസിൽ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ പോലീസ് ഒരു പ്രതിയെ പിടിച്ചു. പ്രതിയുടെ പേര് നിഖിൽ കൃഷ്ണ എന്നായിരുന്നു. ആരാ ഈ നിഖിൽ കൃഷ്ണ? ഈ ലീനയുടെ മകനാ. ഇതാ ഇവരുടെ സ്ഥിതി. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, VD സതീശൻ ഉൾപ്പെടുന്ന ഈ കോൺഗ്രസിന്റെ ഇന്നത്തെ ചില നേതൃത്വത്തിന്റെ താല്പര്യവും അവരുടെ ആഗ്രഹവുമായിരുന്നു അവിടെ ഒരു പടക്കം പൊട്ടണം എന്നുള്ളത്. അവർക്കൊന്ന് പുറത്തിറങ്ങാൻ, അവർക്ക് ഈ കേരളത്തിനകത്ത് ഒരു പുകമറകൾ സൃഷ്ടിക്കാൻ, അതിനു വേണ്ടിയുള്ള പരിശ്രമത്തിലായിരുന്നു അവരുണ്ടായിരുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പോലീസ് മറിച്ചൊരു കണ്ടെത്തലിലേക്ക് എത്തുകയാണെങ്കിൽ ഹരിഹരന്റെ പ്രസംഗത്തോടുകൂടി മുഖം നഷ്ടപ്പെട്ടു പോയ UDF-ന്റെ നേതാക്കൾക്ക് പുറത്തിറങ്ങാൻ ഇപ്രകാരം ഒരു പടക്കമേറിന്റെ അഥവാ ബോംബേറിന്റെ പുകമറ വേണമായിരുന്നു. അല്ല, അങ്ങനെയാണെങ്കിൽ അരുണേ, ഞാനതാണ് വളരെ കൃത്യമായി പറഞ്ഞത്. നോക്കൂ, വടകര എന്ന് പറയുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്റ്റാർ ക്യാമ്പയിനിങ് നടന്ന ഒരു മണ്ഡലമാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു പാർലമെന്റ് മണ്ഡലം. ആ പാർലമെന്റ് മണ്ഡലവുമായി ബന്ധപ്പെട്ട് ഇത്രയേറെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആ മണ്ഡലത്തിലെ പോലീസ് സംവിധാനം എവിടെയാണെന്നേ? അവർ മാങ്ങ പറിക്കാൻ പോയോ? അവരാണല്ലോ ഇതിൽ ഉത്തരം പറയേണ്ടത്. അവിടുത്തെ സിറ്റി പോലീസ് കമ്മീഷണർ ഒരു വാർത്താ സമ്മേളനം നടത്തണ്ടേ? ഇത്തരത്തിലൊരു വിഷയം അത് വലിയ വൈകാരികമായ പ്രശ്നങ്ങളിലൂടെ ഒരു രാഷ്ട്രീയ കലാപത്തിലേക്ക്. ഒരൊറ്റ കാര്യോ, ഇത് നടന്നത് വടകരയല്ല കേട്ടോ, അറിയാനില്ല. ചിലപ്പോ ഇദ്ദേഹത്തിന് അറിയാം. തേഞ്ഞിപ്പലത്താണ് വസന്തേ. ഇദ്ദേഹം കോട്ടയത്തുകാരനായതുകൊണ്ട്. അല്ല, അങ്ങ് മലപ്പുറംകാരനായതുകൊണ്ടായിരിക്കും അങ്ങേക്ക് പ്രശ്നം കേട്ടോ. മലപ്പുറംകാരനല്ല, തേഞ്ഞിപ്പലം. ഒന്നും അറിയാതെ എന്തെങ്കിലും വിളിച്ചു പറയല്ലേ? അല്ല വസന്ത, ഇത് തേഞ്ഞിപ്പലത്താണ് സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് വടകര SP-യുമായി അതിന് ബന്ധമില്ല. പക്ഷെ പ്രശ്നമല്ല വസന്ത, അങ്ങ് പറയൂ. നോക്കൂ, ഇങ്ങനെ ഒരു ബോംബേര് നടന്നാൽ അതിന്റെ ആനുകൂല്യം കിട്ടുന്നത് തീർച്ചയായും UDF-നാണ് എന്നാണ് വസീഫിന്റെ വാദം. അങ്ങനെയാണെങ്കിൽ TP ചന്ദ്രശേഖരൻ കൊല്ലപ്പെടുന്നത് ആ സമയത്ത് ആർക്കാണ് പൊളിറ്റിക്കലി അതിന്റെ മൈലേജ് കിട്ടുക? എന്ന് വെച്ച് TP-യെ ആക്രമിച്ചത്, ഇല്ലാതാക്കിയത്, ആ 51 വെട്ടുവെട്ടി 4 മണിക്കൂറോളം ആ മനുഷ്യന്റെ ഒരു രൂപം ഉണ്ടാക്കി കൊടുക്കാനുള്ള ശസ്ത്രക്രിയയിലേക്ക് UDF-ആണ്. അല്ലല്ല, നമുക്ക് കൊന്നതിന്റെ ചരിത്രമോ കൊന്നതിന്റെ കണക്കോ എടുക്കാനല്ല. എന്റെ ചോദ്യം വളരെ ലളിതമായിരുന്നു. ഇന്നിപ്പോ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതനുസരിച്ച് CPM-ആണ് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നതെങ്കിൽ ഒരു സർവകക്ഷി യോഗം ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് സാധ്യമാവുക വസന്തേ? അല്ലെന്നേ, സംശയമില്ലല്ലോ. CPM ഏറ്റു പറഞ്ഞാൽ മതി. അവർ ചെയ്ത തെറ്റുകൾ, എന്റെ പിഴ എന്റെ വലിയ പിഴ ഏറ്റു പറഞ്ഞാൽ മതി. അപ്പൊ ആവർത്തിക്കില്ലെന്ന് ഹരിഹരന്റെ പ്രസംഗത്തിന് കൈയടിച്ച ഒരു പിഴ പറയണ്ടേ? അല്ല, ഞങ്ങൾ പറഞ്ഞല്ലോ. അവിടെയാണല്ലോ അരുൺ വളരെ കൃത്യമല്ലേ. ആരാ പറയേണ്ടത്? ഈ പാർട്ടിയെ ഹരിഹരന്റെ പ്രസംഗത്തിന് കൈയടിച്ചവർ തള്ളിപ്പറഞ്ഞോ? ആ പ്രസംഗം മുഴുവൻ കേട്ടോണ്ടിരുന്ന UDF നേതാക്കൾ ആ ദിവസം ആ ഹരിഹരനെ തിരുത്തിയോ? ഇല്ലല്ലോ. കേൾക്കൂ ശ്രീ അരുൺകുമാർ, ഈ പാർട്ടിയുടെ ഈ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആള് PCC അധ്യക്ഷനാണ്. അത് കഴിഞ്ഞാലുള്ളത് CLP ലീഡറാണ്. അതാണ് VD സതീശൻ. അദ്ദേഹം നേരിട്ട് തള്ളി പറഞ്ഞില്ലേ? UDF നേതൃത്വം മുഴുവൻ തള്ളി പറഞ്ഞില്ലേ? ഈ ശൈലജ ടീച്ചറിനെതിരെ അശ്ലീല കമന്റ് ഇട്ട നേതാക്കളെ തള്ളി പറഞ്ഞോ CLP ലീഡർ? അല്ലെന്നേ, ഞങ്ങൾ പൂർണ്ണമായും അങ്ങനെയുള്ള എല്ലാ പ്രചരണങ്ങളെയും എതിർക്കുന്നവരാണ് എന്ന് ഷാഫി പറമ്പിൽ തന്നെ നേരിട്ട് പറഞ്ഞില്ലേ? ശ്രീ ഷാഫി പറമ്പിലും ഈ പറയുന്ന CLP ലീഡറും പറഞ്ഞത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഇഷ്യൂവിനെ എടുത്തുകൊണ്ടല്ല,
അത്തരം വിഷയങ്ങൾ, അത്തരം നാക്കുപിഴകൾ, അത്തരം വാക്കുപിഴകൾ ആരുടെ ഭാഗത്തു നിന്നുണ്ടായാലും അത് തെറ്റാണ്, അത് വെച്ചു പൊറുപ്പിക്കില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. അല്ലാതെ ഇവരെ പോലെ രാവിലെ ഒരു വസീഫെ, ഷാഫി പറമ്പിലിനെ ഒസാമ ബിൻ ലാദനുമായിട്ട് താരതമ്യം ചെയ്ത് പോസ്റ്റ് ഇട്ട നേതാവ് നിങ്ങളുടെ നേതാവാണ്. അക്കാര്യത്തിൽ നിങ്ങളുടെ നേതാവ് മാപ്പ് പറയേണ്ടി വരും. അതേ സ്റ്റേജിലാണ് വർഗീയ വിഷയം. അല്ല, ഞാൻ പറയാം അരുണെ ഞാൻ പറഞ്ഞോളാം. അതിനൊരു സംശയം വേണ്ട. രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യാജ നേതൃത്വമായി ഇപ്പോ യൂത്ത് കോൺഗ്രസ് വെൽസുന്നാൾ മാപ്പ് പറയോ? രാഹുൽ മാങ്കൂട്ടം, ശശികല ടീച്ചർ എന്ന് പറയുന്ന കേരളത്തിൽ ഏറ്റവും കൂടുതൽ വർഗീയത പറഞ്ഞു നടക്കുന്ന ശശികല ടീച്ചറോടാണ് കേരളത്തിലെ ഏറ്റവും ബഹുമാനിയായ ആരോഗ്യ വകുപ്പ് മന്ത്രി ഉപമിച്ചത്. എന്ത് വൃത്തികെട്ട രീതിയിലാണ് ആക്ഷേപിച്ചത്, നിങ്ങൾ കേട്ടില്ല? അത് ഒസാമ ബിൻ ലാദൻ നാട്ടിലെ സാധാരണക്കാര ആളുകള് ഈ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഒരു വസന്തേ, രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ യൂത്ത് കോൺഗ്രസിന്റെ ഒരു അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്ന ആൾക്ക് ശശികല ടീച്ചറിനെ, ഷെളിയ ടീച്ചറിനെ കണ്ട തിരിച്ചറിയൂലേ? അങ്ങനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് പ്രൊവോക്ക് ചെയ്യുന്നത് എന്തിനാണ്? അല്ല, കേൾക്കൂ, ഇപ്പൊ നേരത്തെ വസീഫ് പറഞ്ഞു, ഞാൻ എന്റെ പോയിന്റ് തുടക്കം തൊട്ട് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് വസീഫ് സംസാരിക്കുന്നത്. അല്ല, മാപ്പ് പറഞ്ഞു തുടങ്ങേണ്ടത് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ കൂടിയല്ലേ എന്നതാണ് ചോദ്യം. എന്റെ വസീഫെ അരുണ, ഒറ്റ കാര്യം കൂടി പറഞ്ഞോട്ടെ. ഇവരുടെ തന്നെ ഈ പറയുന്ന എന്ത് ലീഡറാന്ന് പറഞ്ഞ ആ ലീഡർ, നമുക്ക് തെരഞ്ഞെടുപ്പ് സമയത്ത് ജോസഫിനെ കുറിച്ച് ഒരു വീഡിയോ വന്നു. ആ വീഡിയോ പ്രചരിപ്പിച്ചതിനെ കുറിച്ച് ചോദിച്ചപ്പോ ഈ ലീഡർ പറഞ്ഞ എന്താണെന്നറിയോ? ഇങ്ങനെ ഒരു വീഡിയോ കിട്ടിയാൽ ആരാ പ്രചരിപ്പിക്കാത്തത് എന്ന്. ഞാൻ ആ വീഡിയോ അയച്ചുതരാം. അല്ല, നിങ്ങൾ ഈ വ്യാജൻ എന്ന് പറഞ്ഞല്ലോ, അതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ പോലീസ് കേസ് നിങ്ങൾക്ക് ഏറ്റവും അല്ല, കേസ് അവസാനിച്ചിട്ടില്ല വസന്തേ. ആ കേസ് ഇപ്പോഴും തുടരുന്നുണ്ട്. അതിൽ ഉത്തരവാദിത്തപ്പെട്ട യൂത്ത് കോൺഗ്രസിലെ ഭാരവാഹികൾ പ്രതികളുമാണ്. ഞങ്ങൾക്കതിന് തെളിവുകളുമുണ്ട്. അതവിടെ നിൽക്കട്ടെ. ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യമല്ല, ബാക്കിയുള്ള ആൾക്കാരുടെ കാര്യമാണ്, പ്രതി ചേർക്കപ്പെട്ടവരുടെ കാര്യമാണ് പറഞ്ഞത് വസന്ത് തെങ്ങുംപള്ളി. എന്തായാലും വസന്ത്, എൻ്റെ ചോദ്യം ഇതാണ്. ഞാൻ ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ